ഓഗസ്റ്റ് 12 അത് നടത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ AKG സെന്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം കൈരളി TVയുടെ കൺസൾട്ടന്റായും പ്രവർത്തിച്ചിരുന്നു. KSUവിൻ്റെ പ്രസിഡന്റ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ആ ദിവസങ്ങളിൽ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ പോകുന്നത്. ആ സമയത്ത് 2 ദിവസം മുമ്പാണ്, ഓരോ സമരത്തിന് 2 ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണമേശയിൽ വെച്ച് അദ്ദേഹം സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി. ഞാനതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രി രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതേസമയം AKG സെന്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല, അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPMന്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. 2 മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ്പും ലാത്തിച്ചാർജും ഒക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AKG സെന്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. 2 കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി TVയിലേക്കാണ് പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു. മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ 2 പേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ജോൺ ബ്രിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും, ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല. അവിടെ രക്ഷയുടെയോ ശിക്ഷയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സമരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല, പോലീസുകാരെയും നിയന്ത്രിക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതിനോട് യോജിച്ചു. അതിൽ അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് അതിൽ പങ്കാളിയായത്. ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം. ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ശ്രീ ജോൺ ബ്രിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോന്മുഖമായ രീതിയിലേക്ക് പോയാൽ 2 മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സതുദ്ദേശമാണ് എന്നെ അലട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബ്രിട്ടാസും സ്വീകരിച്ചത്. മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത്. അങ്ങനെ CPMമായി നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല. ശ്രീ ബ്രിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഘടകമായിരിക്കാം. പക്ഷേ 2 മുന്നണികളും വീണ്ടും വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ
ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13-ാം തീയതി രാവിലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും മന്ത്രിസഭാ യോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി LDFന്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. പിന്നീട് അതിന്റെ അന്വേഷണങ്ങൾ നടന്നു, ജുഡീഷ്യൽ അന്വേഷണം നടന്നു, പിന്നീട് മറ്റന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്ര വസ്തുതയായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്, എൻ്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ ദാസും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്. ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ള ഒരു പ്രസക്തമല്ല. രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി. താല്പര്യമെടുത്തത് തിരുവഞ്ചൂർ ദാസും ഞാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയാം. അല്ല, ഞാൻ സംസാരിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും ഞാൻ CPMന്റെ അല്ല, ഞാനത് CPMന്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന കാര്യം, തുടർന്ന കാര്യം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോൺ ബ്രിട്ടാസിനും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്നോടൊപ്പം തിരുവനന്തപുരം വരില്ലല്ലോ. അല്ല, അവിടെ ആര് മുൻകൈ എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല. അതൊരു വിവാദമാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒത്തുതീർപ്പാകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടനത്തിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. മുൻകൈ എടുക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആവശ്യം വന്നപ്പോൾ അതിൽ നിന്നും തലയുരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെയും UDFന്റെ ആവശ്യമായിരുന്നു. അതേസമയം ഒരു സമരത്തിൽ ചെന്ന് പെട്ട് ആ സമരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകേണ്ടത് LDFന്റെ ആവശ്യമായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട കാര്യം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ഥിരീകരിക്കാന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അതെനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്ക എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം ഒരു റിട്ടയറിന് ശേഷം അദ്ദേഹം പുസ്തകം എഴുതുന്നു. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുന്നതിൽ തെറ്റില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം അവകാശമാണ്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുവഞ്ചൂർ ദാസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ദൃക്സാക്ഷി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. രാവിലെ പറഞ്ഞത് ഈ ചെറിയാൻ ഫിലിപ്പിന് തിരുവഞ്ചൂരിന്റെ ഫോൺ വരുന്നു, അത് എന്റെ റൂമിൽ വന്ന് കൊണ്ടുതരുന്നു, ഞാൻ സംസാരിക്കുന്നു, പിന്നീട് അങ്ങോട്ട് പോകുന്നു, ചെറിയാനുമായി ചേർന്നാണ് പോയത്. പക്ഷേ കുറച്ചു മുമ്പ് പ്രതികരിച്ച തിരുവഞ്ചൂർ പറയുന്നത് തന്നെ ഇങ്ങോട്ട് ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു. അല്ല, എന്നെ വിളിച്ചപ്പോൾ ബ്രിട്ടാസ് കൊടുത്തു എന്ന് പറയുന്നതാണ്. എന്നെ വിളിച്ചെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്നെ വിളിച്ച ഫോണിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? എന്താ, എനിക്കപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടാസാണ്. എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ ദാസാണ്. തിരുവഞ്ചൂർ ദാസ് വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബ്രിട്ടാസ് എടുത്തുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുകയായിരുന്നു. അതായത് തിരുവഞ്ചൂർ ദാസാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അല്ലല്ല തിരുവഞ്ചൂർ ദാസനും ബ്രിട്ടാസും ഞങ്ങളെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, അവിടെയൊക്കെ രൂപപ്പെട്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൽ അത്ഭുതമായ സൗഹൃദമുണ്ടല്ലോ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട അങ്ങനെയല്ല
ഞാൻ ബിട്ടാസിന്റെ അടുത്താണ് ഇരിക്കുന്നത് തിരുവനന്തപുരം പറഞ്ഞപ്പോൾ ബിട്ടാസ് അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞ ധാരണ ഉണ്ടായി കാണും. ഞാൻ സംസാരിക്കുന്നതും ബിട്ടാസുമായി ഫോൺ സംസാരിക്കുന്ന 2 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ്. ധാരണ ഉണ്ടാകുന്നത് അല്ല, അന്നും CPM-ന്റെ ഉന്നതനായ നേതാവ് തന്നെയാണ് അദ്ദേഹം. പാർട്ടി അംഗമാണ്, ഞാൻ പാർട്ടി അംഗമല്ല. തിരുവനന്തപുരത്തിന്റെ ഓഫീസിലേക്ക് ബ്രിട്ടാസുമായി പോയതിൽ ചെറിയാൻ ഫിലിപ്പും കൂടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഓഫീസിൽ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ബ്രിട്ടാസ് മാത്രം. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ്, അന്നല്ല. അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത്. അന്ന് ഞാനും ബിട്ടാസിന്റെ കാറിലാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നത് ബിട്ടാസിന്റെ കാറിലാണ്. എന്നെ ബിട്ടാസ് പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പിന്നീട് കണ്ടുവന്നവരെ ബിട്ടാസ് തന്നെ പറയുന്നുണ്ട്, കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല. കേരളം കണ്ട ഏറ്റവും ഒരു സമരമാണ് അത് അവസാനിപ്പിച്ചതിന് കൃത്യമായ പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. കാരണം അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന ഇപ്പോൾ നേതാവ് അദ്ദേഹം അന്ന് സജീവ നേതാവായിരുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ധാരണ എടുത്താൽ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഡീൽ എന്നൊക്കെ അറിയാം? ഒരു ഡീലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല. കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടു കൂട്ടം ഉണ്ടായിരുന്നുള്ളൂ. അത് സത്യം. ഈ സമരം തുടങ്ങിയത് PS-ന്റെ പിടിവാശി മൂലമാണെന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ആലോചനയും ആ സമയത്ത് ഏകദേശങ്ങളുടെ അടുത്ത് ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതായത് ഈ സമരം തീരുമാനിക്കുന്നത് LDF-ന്റെ മീറ്റിംഗിലാണ്. LDF-ന്റെ മീറ്റിംഗിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും CPM നേതാക്കന്മാരും CPI നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ. ആ മീറ്റിംഗിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ ഇത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് AK സെന്ററിൽ. ഇതെന്തിനാണ് ഈ സമരം എന്ന്. പക്ഷേ അപ്പോൾ എല്ലാവരും അത് BS-ന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. താല്പര്യമെടുത്തത് ആരെയെന്നുള്ളൊരു പ്രസക്തമല്ല. താല്പര്യമെടുത്തത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടരും ചായ ചർച്ച നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്നത് അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ രാജി എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തിരുവനന്തപുരം ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം ആലോചിക്കാം. അപ്പോഴും LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ കാരണം ജുഡീഷ്യൽ അന്വേഷണം പോരാ, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് വിടണം എന്ന മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷമാണ് സമരം വിഡ്രോ ചെയ്യാൻ LDF-ന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചത്. സമരം നടക്കുമ്പോൾ മുഴുവൻ കക്ഷികളെ സമരസമിതിയുമായി സർക്കാർ ചർച്ചയിലല്ല സമരം അവസാനിക്കുന്നത്. ഇത് അതിന്റെ പുറത്തുനിന്നാണ് ഈ ചർച്ച. ഇതിന്റെ എല്ലാ സമാന്തര കാര്യങ്ങളും നടക്കുന്നത് ചർച്ചയ്ക്ക് പുറത്താണ്. അതല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇപ്പൊ തൊഴിൽ തർക്കം ഞാൻ പറയാം, തൊഴിൽ തർക്കമാണെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണെങ്കിലും എല്ലാം ഒരു വട്ടമേശയുടെ അടിസ്ഥാനത്തിൽ അല്ല. പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ആ മുൻകൈ എടുത്തത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എല്ലാവർക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തിരുവനന്തപുരം രാഷ്ട്രീയ വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടു ദിവസം മുമ്പാണ്. ഇല്ല, സമരം ഒഴിവാക്കപ്പെടുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ LDF-ന്റെ ഒരു സമരം പ്രഖ്യാപിച്ച ശേഷം അങ്ങനെ ഒഴിവാക്കും. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അല്ലല്ല സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചന ഉണ്ടായെങ്കിലും സമരം തുടങ്ങിയതിന്റെ അടിസ്ഥാന ആ ദിവസമാണ് ശരിയായ ആലോചന നടന്നത്. അത് പെട്ടെന്നെടുത്ത ഒരു വൈകാരിക തീരുമാനമാവണം. കാരണം ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചുള്ള വീണ്ടും വിചാരം ഉണ്ടായി കാണില്ല. സമരത്തിന്റെ തലേദിവസമാണ്. സമരം വിഡ്രോ ചെയ്ത് 11-ാം തീയതിയാണ്.
വിഡ്രോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്, 12-ാം തീയതിയാണ് സമരം. അതിന്റെ തലേദിവസമാണ്. പക്ഷെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമരത്തിന്റെ ആലോചന നടക്കുന്നെങ്കിലും LDF കൂടാതെ തീരുമാനിക്കാൻ പറ്റുമോ? LDF സമരമല്ലേ? LDF സമരമല്ലേ ഇത്? സമരം നടത്തുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള വളരെ വ്യക്തമായിരുന്നു. സമരം നടത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് ജുഡീഷ്യൽ ഇലക്ഷൻ നടത്താനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടേംസ് ചോദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സമരം വിഡ്രോ ചെയ്യാൻ